കൊഴുത്ത കാളക്കുട്ടി. രചന TM എബ്രഹാം. സംവിധാനം ആന്റണി വൈപ്പന. സുഹൃത്തുക്കളെ, ഇതൊരു ബൈബിൾ കഥയുടെ പുനരാഖ്യാനമാണ്. നിങ്ങളിൽ പലരും കേട്ടിരിക്കാനിടയുള്ള അല്ലെങ്കിൽ വായിച്ചിരിക്കാനിടയുള്ള ആ പഴയ കഥയുടെ രംഗാവിഷ്കരണം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? മുടിയനായ പുത്രന്റെ കഥ ഓർമ്മയുണ്ടല്ലേ? അതുതന്നെ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താ? ശരി. ഇതൊരു വീടാണ്. ഇവിടെ എൻ്റെ കുടുംബം താമസിക്കുന്നു. അതെ, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഭവനം. അതാ അക്കാണും പാടശേഖരങ്ങളും അരുവിത്തടങ്ങളും കൊണ്ട് മേഘങ്ങൾ മേയുന്ന കുന്നിൻപുറങ്ങളും കാലികൾ മേയുന്ന താഴ്വരകളും കൊണ്ട് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഭവനം. ബലവാന്മാരായ 2 ആൺപ്രജകളെ നൽകി ദൈവം എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു. അതാ വരുന്നത് എൻ്റെ മൂത്ത മകനാണ്. അവൻ പഠിത്തത്തിൽ അല്പം മുന്നിലായി. അതുകൊണ്ട് അവിടെ പാടശേഖരങ്ങളുടെ ചുമതലയെ അതാ വരുന്നത് എന്റെ രണ്ടാമത്തെ മകനാണ്. സാമർത്ഥ്യത്തിലും അതിലും എന്റെ പൂർവികരെക്കാൾ എത്രയോ വലിയവനാണവൻ. രാവേറുന്നത് വരെ അവൻ വായിക്കും. പാതിരാക്കോഴി കൂവുമ്പോഴും അവന്റെ മുറിയിൽ വായനയുടെ വെളിച്ചം ഞാൻ കാണാറുണ്ട്. അവനെ ഒരു ശാസ്ത്രജ്ഞനാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ ഒരു വലിയവനാവും. എല്ലാവിധ ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഗവേഷണ വിദ്യാർത്ഥിയായ അവൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഞാനിവിടം വിട്ടുപോകുന്നു. റിസർച്ച് ഒക്കെ നിർത്തി. എനിക്ക് മടുത്തു. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വേണ്ടിയുള്ള ഒരു ഗവേഷണം. എന്റെ ഭാവിക്ക് വേണ്ടിയാണ്. നാളെ എന്റെ മകൻ ഇല്ല, ഞാൻ ഒരിക്കലും ഒരു ശാസ്ത്രകാരനാകില്ല. ഒരു ശാസ്ത്രകാരന്റെ മനസ്സ് എനിക്കില്ല. ഇത്ര നാളും നിങ്ങളൊക്കെ എന്നെ വലിയവനാക്കാൻ ശ്രമിക്കും. ഇല്ല, ഞാൻ നിങ്ങളുടെ വഴിയിലല്ല. എനിക്ക് ഞാനാകണം. അതെ, എനിക്ക് പോകണം. ഇവിടെ നിന്ന് പോകണം. ഈ ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. നീ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ? എനിക്കിവിടെ മടുത്തെന്ന്. നീ ജനിച്ച ഈ വീടിന്റെ വിശുദ്ധിയും വിശ്വസിച്ച് വളർന്ന ഈ അന്തരീക്ഷത്തിന്റെ നിഷ്കളങ്കതയും നിന്നെ മടുപ്പിക്കുന്നു അല്ലേ? നീ കാണാൻ പോകുന്ന ലോകവും അതിന്റെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കണ്ടതാണ്. അല്ല,
എനിക്ക് കാണേണ്ടത് എന്റെ ലോകമാണ്. നിന്നെ കാത്തിരിക്കുന്നത് സ്വപ്നങ്ങളുടെ ലോകമാണ്. വ്യർത്ഥമായ സ്വപ്നങ്ങളുടെ ലോകം. നീ ഈ കൈകളിലേക്ക് നോക്കൂ. ഈ തഴമ്പുകൾ കാണൂ. വിയർപ്പിന്റെ സുഗതമായ സമ്മാനമാണിത്. അധ്വാനത്തിന്റെ നിധിയാണിത്. റബ്ബർ മരങ്ങളുടെ സംഗീതം നീ കേൾക്കുന്നില്ലേ? വയലേലകളുടെ നിർത്താത്ത നൃത്തം നീ കാണുന്നില്ലേ? അനുജ, ഇതാണ് ലോകം, ഇതാണ് സുഖം. അല്ല 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 ആണ്. നീ നിന്നെ മനസ്സിലാക്കുന്നില്ല. സ്നേഹത്തിന്റെയും വാഗ്ദാനത്തിന്റെയും ലോകം നീനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അജ്ഞാത സുഖങ്ങൾ നിറഞ്ഞ ആ വാഗ്ദത്ത ഭൂമിയിൽ ഞാനിപ്പോൾ സുരക്ഷിതനായിരുന്നു. നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഇവിടെ നിന്ന് പോകണം, എല്ലാം വിട്ടു പോകണം. അതിന് എനിക്ക് എന്റെ ഓഹരി വേണം. പരമ്പരാഗതമായി എനിക്ക് കിട്ടാനുള്ള സ്വത്തിന്റെ ഓഹരി. അലോഷ്യസ്, അതെ, ആലോഷ്യസ് തന്നെയാണ് പറയുന്നത്. രത്നങ്ങൾ നിറപ്പതിന് സാധ്യ ആ സുവർണ ഭൂമിയിലേക്ക് എനിക്ക് പോകണം. മകനെ, നീ എനിക്ക് നഷ്ടപ്പെടുകയാണ്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ നീ ഇളയവനായതുകൊണ്ട് നിന്നെ പഠിക്കാൻ അയച്ചു. നീ വലിയവനാകാൻ ഞാൻ കൊതിച്ചു. നിന്നിലൂടെ ഞാൻ മരണത്തെ കീഴടക്കാൻ ശ്രമിച്ചു. നിന്നിലൂടെ ഞാൻ എല്ലാം നേടാൻ ശ്രമിച്ചു. എന്റെ മരണശയ്യയിൽ നിന്റെ ബലമുള്ള കൈകളെ ഞാൻ പ്രതീക്ഷിച്ചു. ഇന്ന് അപരിചിത മോഹങ്ങളും അപരിചിത ശക്തികളും എന്റെ മകനെ വ്യാമോഹിപ്പിച്ചിരിക്കുന്നു, വശീകരിച്ചിരിക്കുന്നു. പാടില്ല, സമ്മതിക്കാൻ പാടില്ല. ഇവൻ നശിക്കാൻ പോവുകയാണ്. അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഇവൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവനെ അതിനനുവദിക്കരുത്. നിങ്ങൾക്കിത് കാര്യമൊന്നുമില്ല. നിയമപരമായി എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പാടില്ല, സമ്മതിക്കാൻ പാടില്ല. എനിക്ക് നീ നഷ്ടപ്പെടുകയാണ്. എനിക്ക് നീ ഇല്ലാതാവുകയാണ്. മകനെ, നീ ഏതോ മഹാനഗരത്തിലേക്ക് യാത്രയാവുകയാണ്. നിന്റെ കുരുന്നു കൈകളുടെ നിഷ്കളങ്കതയിൽ പിടിച്ച് ഒരിക്കൽ ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ നീ ഒരു പുണ്യവാളനായിരുന്നു. അന്ന് സ്വർഗത്തിലെ മാലാഖമാരെല്ലാം ചിറകുകൾ വിടർത്തി നിനക്ക് ചുറ്റും നൃത്തം ചെയ്തിരുന്നു. മകനെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നീ നിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം. ഇല്ല, ഞാൻ എല്ലാം ആലോചിച്ചതാണ്. എല്ലാ തീരുമാനങ്ങളും എടുത്തതുമാണ്. ലക്ഷങ്ങളുടെ ഈ വസ്തുവകൾ വാങ്ങുവാൻ ഞാൻ ആൾക്കാരെയും ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അലോഷ്യസ്, നീ ചെയ്യുന്നത് തെറ്റാണ്. അപ്പനെ നീ ധിക്കരിക്കരുത്.
സംസാരിക്കണ്ട. നീ നന്നായി വരിക. മോനെ അലോഷ്യസ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നീ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോവുകയാണെന്നോ? എങ്ങോട്ട്? നിനക്ക് ഞങ്ങളെ വിട്ടിട്ട് പോകാൻ എങ്ങനെ മനസ്സ് തോന്നി മോനെ? എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്നേഹം ഒന്നും ആവശ്യമില്ല. ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ സുഖങ്ങളും എനിക്ക് ആസ്വദിക്കണം. അതിനെനിക്ക് ദൂരദേശങ്ങളിലേക്ക് പോകണം. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണോ മോനെ പിന്നെ ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് താലോലിച്ച് വളർത്തിയത്? ഞങ്ങൾ നിനക്ക് നൽകിയ സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്ന മോനെ? മോനെ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ മോനെ. ഞാൻ നെഞ്ചു പൊട്ടി മരിച്ചു പോകും മോനെ. എനിക്ക് എന്റെ സുഹൃത്തുക്കളായ ഏറ്റവും വലുത്. അവരോടൊപ്പം എനിക്ക് എല്ലാ ലോകസുഖങ്ങളും ആസ്വദിക്കണം. അവരെന്നും എന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്നേഹവും വാത്സല്യം ഒന്നും ആവശ്യമില്ല. എനിക്ക് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ചേട്ടനും പെങ്ങളും ആരും വേണ്ട. ഞാനിതാ എന്റെ വഴിക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്നില്ലേ ആ ശബ്ദം? അലോഷ്യസ് യാത്രാമൊഴി ചൊല്ലുകയാണ്. ഈ വീടിനോട്, നിങ്ങളോട്, ഈ ദേശത്തോട്. അവൻ ഇനി തിരിച്ചു വരുമോ? അവന്റെ കൂടെ എത്രയോ സുഹൃത്തുക്കളുണ്ടിപ്പോൾ. ചിലവഴിക്കാൻ തയ്യാറുള്ള എല്ലാ പണക്കാരുടെയും കൂടെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു അല്ലേ? അതാ നോക്കൂ, അവനെ യാത്ര അയക്കാനുള്ള ഉത്സവത്തിന്റെ പരിസമാപ്തിയാണ്. അവർ ഇതാ വരുന്നു. പോകുകയാണല്ലേ? എന്താ ദുഃഖമുണ്ടോ? ഇല്ല, നീ പോയി വരിക. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നീ സുഖമായിരിക്കുന്നു എന്ന അറിവാണ് എന്റെ സന്തോഷം, എന്റെ സുഖം. പണസഞ്ചിയുമായി സുഹൃത്തുക്കൾക്കൊപ്പം നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളിൽ എല്ലാ സുഖഭോഗങ്ങളിലും മുഴുകി ജീവിതം ആസ്വദിക്കുന്നു. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവലമേ തേൻവണ്ടുന അലരേ തേൻവണ്ടുന. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവലമേ തേൻവണ്ടുന അലരേ
चिल्ला के दो मस्ती की खोलो खिड़की जैसे परवाह ना चलती कदमों को खिड़की दो हाथों को ऊपर लो आंखें दो बंद कर दो Excuse me, നാം വീട്ടിൽ രണ്ടിന് പോയി അടിക്കുക. Wait, macha. One more song is there. ഓ സോറി സോറി One tapla. അതിനെന്താ ഇഷ്ടം പോലെ ഇല്ലേ പിടിച്ചേ ഭാഗോട്ട് ഓ എനിക്ക് ഒന്ന് രണ്ട് അരി വേണ്ട ഫുള്ളൊക്കെ തന്നേരെ ആ താങ്ക് യു. ഇനി പറ ശരിക്കും പറഞ്ഞ എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങൾ ആരാ? ഞങ്ങൾ ഇവിടെ ഒന്നുമല്ല, കുറെ ദൂരെ നിന്നാ. എന്റെ ജീവിതം പറയുകയാണെങ്കിൽ എന്റെ കൂടെയായിരുന്നു അപ്പനും ചേട്ടനും കൂടി എന്നെ ശ്വാസം മുട്ടിച്ച് പഠിത്തവും റിസർച്ചും തല പിടിച്ചപ്പോ പറ്റാണ്ടായിപ്പോ ഞങ്ങൾ പോകുന്നതാ. ഇപ്പോഴാണ് ശ്വാസം നേരെ. എന്റെ ജീവിതം ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്. ആണോ? 10ാം ക്ലാസ്സിൽ തോൽക്കുമെന്ന് പേടിച്ച് ഞാൻ 4ാം ക്ലാസ്സിൽ തന്നെ പഠിത്തം നിർത്തി. അതോ നല്ല തീരുമാനം. കുറച്ച് സ്റ്റഫും പൊടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. നമുക്ക് നിന്നാ നടിക്കട്ടെ, നാളെയല്ല പെട്ടെന്ന് സെർവ് ചെയ്യും. അതെ ആ ചിരുടി മതിയല്ലോ. അല്ലേ തുടങ്ങിയാല അപ്പൊ cheers. അടിക്കണ കാലമായ $1000 തരോ? 1000 രൂപയോ?
ഇന്നലെയല്ലേ നീ ഒരു 2000 രൂപ ചോദിച്ചത്? അത് നീ തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാനാര്? ഞാൻ നിന്റെ അപ്പനോ? അല്ല, നിനക്ക് എന്തിനാ ഇപ്പൊ ഇത്രയും കാശ്? സ്റ്റഫ് ഉണ്ടാവും എടുക്കാൻ. സ്റ്റഫാ? പിന്നെന്താ? എടാ താക്കിലെടുത്ത്. ഓക്കേ. അല്ല ശരി, കാശ് ക്യാഷ് മച്ചാനെ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഉണ്ടാവും. ആൻഡ് ഇപ്രാവശ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. നെക്സ്റ്റ് ടൈം റെഡിയാക്കാം. ഓക്കെ, പക്ഷേ ശീലമാക്കണ്ട. ഇല്ല അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. പണം കുറയുന്നതിന് അനുസരിച്ച് സുഹൃത്തുക്കളും അലോഷ്യസിനെ വിട്ട് പിരിയുന്നു. വിശപ്പടക്കാനായി സുഹൃത്തുക്കളെ സമീപിച്ചെങ്കിലും അവർ കൈവിട്ടു. അലോഷ്യസ് ഉല്ലസിച്ച് ജീവിച്ച ഹോട്ടലുകളിൽ എച്ചിലെടുക്കാനായി നിർബന്ധിതനായിരിക്കുന്നു. എനിക്ക് വിശക്കണടാ. എനിക്കെതിരി ഭക്ഷണം വാങ്ങിച്ചു തരുമോ? വിശക്കുന്നു. നിന്റെ കയ്യിലുണ്ടായിരുന്ന കാശിന്റെ കാശ് തീർന്നടാ. കാശ് തീർന്നു? അത്രയും കാശോ? കാശ് തീർന്നടാ, നമ്മള് ചെലവാക്കിയില്ലടാ. എടാ, നിന്റെ കൂടെ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. നിന്റെ കൂടെ കാശ് ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ്. എടാ നിന്റെ കയ്യില് കാശില്ലെങ്കിൽ ഞങ്ങള് പോവാന്ന്. എടാ അങ്ങനെ ഭക്ഷണം വാങ്ങി എനിക്ക് വിശന്നിട്ടാ. ഭക്ഷണം വാങ്ങിച്ചു തരാമോ? കാശുണ്ടോ? കാശില്ല, പക്ഷെ സ്റ്റഫ് വേണ്ട. ഭക്ഷണം മതി. കാശുള്ള ഏർപ്പാട് മാത്രമേ ഉള്ളൂ അറിയൂടെ. ഭക്ഷണത്തിന് സ്റ്റഫ് വേണ്ട. കാശുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. മലയാളികൾ തന്നെയല്ലോ ചോദിച്ചത്. വേറെ ആരും എനിക്കില്ല. കാശുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് കാശുണ്ടെങ്കിൽ വന്നാൽ മതി. എങ്ങനെ കിടന്ന മനുഷ്യനാ. ഇപ്പൊ കാശുമില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. അവിടൊക്കെ മര്യാദക്ക് തുടക്കി. മറ്റു മാർഗങ്ങൾ ഇല്ലാതായപ്പോൾ എച്ചിലിയിൽ നിന്നും വയറ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് സ്വന്തം വീടിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്. വിശന്നിട്ടാ, ആരെങ്കിലും എന്തെങ്കിലും തരണേ. വിശന്നിട്ടാ, എനിക്ക് വിശന്നിട്ടാ, എനിക്ക് എന്തെങ്കിലും തരണേ. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും തന്നിട്ട് പോണേ. സേവകർ സുഭിക്ഷമായി കഴിയുന്നു. ഞാനോ ഇവിടെ നരകിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകും. ഞാൻ എൻ്റെ അപ്പൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കും. എന്നെ തീർച്ചയായും അപ്പൻ സ്വീകരിക്കും.
എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എന്നെ തീർച്ചയായും സ്വീകരിക്കും. എൻ്റെ എൻ്റെ അപ്പൻ എന്നെ തീർച്ചയായും സ്വീകരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും പാതിരാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ? പ്രഭാതത്തിൽ ഉറക്കത്തിന്റെ ക്ഷീണം മുഖത്ത് നിറച്ച് മറ്റൊരുറങ്ങാത്ത രാത്രിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വരാനിടയില്ലാത്ത അതിഥിയെ കാത്ത് ഉറങ്ങാത്ത രാവുകൾ പിന്നിടുന്നതിന്റെ വേദന. ഓ, അതെത്രയോ നാളുകൾക്ക് മുമ്പാണ്. അതിനുശേഷം ഈ വീടിന്റെ പ്രാകാരങ്ങൾക്ക് മുകളിലൂടെ എത്രയോ കാലവർഷക്കാറ്റുകൾ കടന്നുപോയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ കഷ്ടരാത്രികൾ അവന് അവകാശമായി വന്നു. വ്യർത്ഥ മാസങ്ങൾ അവന് ഓഹരിയായി തീർന്നു. വയലിലെ പൂ പോലെ വിടർന്നു കൊഴിഞ്ഞ സംവത്സരങ്ങൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീട് തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലേ? ഇത് എന്റെ മൂത്ത മകന്റെ ഭവനമാണിപ്പോ. അവൻ ഇന്ന് ധനാഢ്യനാണ്. ആ കാണുന്ന കോട്ടക്കൊത്തളങ്ങളും ധാന്യപ്പൊരയും അവന്റെ സ്വന്തമാണ്. നഗരത്തിലെ ഉന്നതന്മാരെല്ലാം ഇന്ന് അവന്റെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും, പൊടി പറത്തിക്കൊണ്ട് നിങ്ങളെ കടന്നു പോയ ഒരു വാഹനം. അത് അവനെ കാണാൻ വന്ന നഗരപിതാവിൻ്റെതാണ്. എന്താ ഞാൻ പറയുന്നത് തിരിയുന്നില്ലേ? ആ, ശരിയാണ്. ഞാൻ ഇന്ന് വൃദ്ധനായിരിക്കുന്നു. ഏത് നിമിഷവും മരണം പ്രതീക്ഷിച്ച് കഴിയുന്ന വൃദ്ധൻ. എന്നിട്ടും അന്ധത ബാധിച്ച കണ്ണുകളുമായി ഞാൻ കാത്തിരിക്കുന്നു. ലോകത്തിന്റെ ഏതോ കോണിൽ ജീവിക്കുന്ന എന്റെ മകന്റെ കാലടി ശബ്ദം കേൾക്കാനായി. അവൻ ഇനി തിരിച്ചു വരുമോ? വരില്ലേ? എന്നാലും കാത്തിരിക്കുക. കാത്തിരിപ്പ് മരണം പോലെയാ. എന്തൊരു തണുപ്പും മരവിപ്പുമാണെന്നോ. ആരാണെന്ന് പോയി നോക്കൂ. ഒരു ഭിക്ഷക്കാരനാ. ഭിക്ഷ കൊടുത്തില്ലേ? കൊടുത്തു. എന്നിട്ട് എന്നാലും അങ്ങേ കാണണമെന്ന് ഇയാൾ വാശി പിടിക്കുന്നു. എന്നെ കാണണമെന്നോ? എന്തിന്? ആ, എന്നാ വരാൻ പറയൂ. ഭിക്ഷക്കാരാ, നിനക്കെന്താ വേണ്ടിയത്? എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല.
അങ്ങയുടെ വേലക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ കരുതണേ. അലോഷ്യസ്, എന്റെ മകൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവരും വരുവിൻ, ആനന്ദിപ്പിൻ. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അകന്നു പോയിരുന്നു, കങ്കിലും കണ്ടുമുട്ടി. വേഗം വേത്തരം അങ്കികൾ കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കൈകളിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ഇവന്റെ വരവാഘോഷിക്കാനായി കൊഴുത്ത കാളക്കുട്ടിയെ അറക്കുവിൻ. ഈ ദേശമെല്ലാം ആനന്ദിക്കട്ടെ. എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഈ വിരുന്നിൽ പങ്കാളികളാകട്ടെ. മക്കളെ, ഇതാ നിങ്ങളുടെ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു. ഒരു സ്വപ്നം പോലെ, ഒരു വെളിപാട് പോലെ നമുക്ക് വീണ്ടും കിട്ടിയ നിമിഷം. എന്റെ ചേട്ടാ, എത്ര നാളായി കണ്ടിട്ട്. എന്റെ കുഞ്ഞിപ്പെങ്ങളെ, നീയൊന്ന് വലുതായി പോയില്ല മോളെ. ഇത് അത് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ. അമ്മയെ കണ്ടില്ല. അമ്മ നിനക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവൾ മരിച്ചുപോയി. എന്റെ അമ്മ, ഞാൻ വരാൻ വൈകിപ്പോയി അല്ലേ? ഞാൻ ചവിട്ടിയതെല്ലാം നിഴലുകളായിരുന്നു. നിങ്ങൾ ആനന്ദിപ്പിൻ, ഞാൻ അകത്ത് ചെന്ന് വിരുന്നൊരുക്കട്ടെ. എന്റെ പ്രിയജനമേ, വരുവിൻ, ഞങ്ങളുടെ ആഹ്ലാദത്തിൽ പങ്കുചേരുക. വിശുദ്ധമായി വിരുന്നിൽ പങ്കാളികളാവുക. ഈ നിമിഷത്തിന്റെ അലകൾ അകലെ മലയോരങ്ങൾക്കപ്പുറത്ത്, മേഘങ്ങളുടെ താഴ്വരകൾക്കും അപ്പുറത്ത് മുഴങ്ങി ഉയരട്ടെ. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ പുഷ്പങ്ങളും ഈ സ്വർഗീയ വിരുന്നിൽ അതിഥികളാവട്ടെ. പ്രിയമുള്ളവരെ, ഈ നാടകത്തിന്റെ പരിസമാപ്തി ഇവിടെയാണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകും. അല്ല, ഇവിടെയല്ല. ഈ നാടകത്തിന് ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാക്കി നിങ്ങളെ വിഡ്ഢികളാക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ശുഭപര്യവസായ ഒരു അന്ത്യത്തിലൂടെ ദുർബല മനസ്കരായ പുരുഷന്മാരുടെയും അബലകളായ സ്ത്രീകളുടെയും കൈയടി വാങ്ങി സമ്മാനം കൊണ്ടുപോകാനുള്ള വ്യർത്ഥമായൊരു ശ്രമമാണ് ഇവിടെ അരങ്ങേറിയത്. സുഹൃത്തുക്കളെ, മനുഷ്യന് എപ്പോഴെങ്കിലും നന്മ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നന്മ ചെയ്യുന്നുവെന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും അവന്റെ അവബോധങ്ങൾ അവനെ നയിക്കുന്നത്
തിന്മയിലേക്കാണ്, പാവത്തിലേക്കാണ്. ഇവിടെയും അരങ്ങേറിയത് അതാണ്. കാലത്തെയും സത്യത്തെയും മൂടിവെക്കാനുള്ള ഈ ശ്രമത്തെ നമുക്ക് തകർക്കാം. ഈ നാടകത്തിൻ്റെ യഥാർത്ഥമായ സത്യസന്ധമായ അവസാനം ഇവിടെ ആരംഭിക്കുന്നു. വരൂ, എല്ലാവരും വരൂ. രംഗത്ത് മൂടിവെക്കപ്പെട്ട സത്യത്തിന്റെ ആഖ്യാനം. അലഞ്ഞു നടന്ന യാത്രക്കാരാ, നിങ്ങൾ ആ പടിവാതിൽക്കൽ നിൽക്കുവിൻ. നിങ്ങൾ അവിടെ, നിങ്ങൾ ഇവിടെ. തുടങ്ങൂ. നീ എന്നെ അറിയില്ലേ? ഇല്ല. ഞാൻ അനുജനാണ്. ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇല്ല, എനിക്കിങ്ങനെ ഒരു അനുജനില്ല. വരുവേൻ സഹോദരൻ, വരുവേൻ. സുഹൃത്തുക്കളെ, ഇവനെ നിങ്ങൾ അറിയുമോ? ഇവൻ എൻ്റെ അനുജനാണെന്ന് പറയുന്നു. ഈ ഭിക്ഷക്കാരനെ മരിച്ചുപോയ എൻ്റെ അനുജന്റെ ശ്രാദ്ധം വരെ ഞാൻ നടത്തിയതാണ്. അവന് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും ഒപ്പീസും ചൊല്ലിച്ചതാണ്. ഇവൻ എൻ്റെ അനുജനോ? നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. നിങ്ങളുടെ സാക്ഷ്യം സത്യമായിരിക്കും. നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? എൻ്റെ കൂടെ, എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം നിങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ സമ്പത്തിലും എൻ്റെ ജീവിതത്തിലും നിങ്ങൾ പങ്കാളികളായിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ലേ? എന്നെ ആരും അറിയുന്നില്ലേ ഈ വീട്ടിൽ? ഈ വീട് നിന്റെ വീടല്ല. അതെ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. സ്നേഹം കൊണ്ടും ലാളനം കൊണ്ടും എന്നെ പുതപ്പിച്ചുറക്കിയ എൻ്റെ വീട്. എൻ്റെ പ്രിയ ഭവനമേ, നിനക്ക് എന്തെല്ലാം മാറ്റങ്ങൾ! നീ എന്നെ അറിയുന്നില്ലേ? നീ ഒരിക്കൽ എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ കാമുകിയായിരുന്നു, എൻ്റെ ഭാര്യയായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. എന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് ഞാൻ ഇപ്പോൾ നീ എന്തു പറയുന്നു? ഇല്ലാത്ത ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിക്കാനായി വന്നതല്ലേ നീ? അല്ല. അതെ, എന്റെ സ്വത്തിന് അവകാശി ചമയാൻ. ഇല്ല, ഞാനങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. പണമുണ്ടാകുമ്പോൾ പുതിയ ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ടാകുന്നു. ചോരയുടെ നിറത്തിന് വിലയേറുന്നു. ഞാൻ അറിയാത്ത, എനിക്കൊരു ബന്ധവുമില്ലാത്ത ഒരു അപരിചിതനെ എന്റെ വീട്ടിൽ പാർപ്പിക്കുക തെറ്റാണ്. അത് അപകടമാണ്. അയ്യോ, നിങ്ങളെന്താ ഗൂഢാലോചന ചെയ്യുന്നത്? ഒരു നിരപരാധിയുടെ ചോര കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ആൽഫ്രഡ്, നിന്റെ സഹോദരൻ എവിടെ? ഞാനാണോ എൻ്റെ സഹോദരന്റെ സൂക്ഷിപ്പുകാരൻ?
ക്ഷമയോടെ ഈ നാടകം കണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നാടകത്തിൽ പങ്കെടുത്തവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ അടുത്ത 5 മിനിറ്റുകൾ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ നാടകത്തിൽ അമ്മയായി അഭിനയിച്ചത് വത്സല എബ്രഹാം, മകളായി അഭിനയിച്ചത് മരിയ, മൂത്ത മകൻ്റെ ഭാര്യയായി അഭിനയിച്ചത് ആൻസി നോബിൾ, മകൻ അലോഷ്യസായി അഭിനയിച്ചത് നോബിൾ ആൻ്റണി, മൂത്ത മകൻ ആൽഫ്രഡായി അഭിനയിച്ചത് ടോണി പൗലോസ്, പരിചാരകരായി അഭിനയിച്ചത് അഷ്ലിൻ ആൻഡ് ബ്രദേഴ്സ്. 2 ബ്രദേഴ്സും അവർ പോയോ? ഉണ്ടോ? അഷ്ലിൻ കം. അതുപോലെ തന്നെ യൂത്ത് ടീം സെഡ്രിക്, റോജാസ്, അശ്വിൻ, ആരൻ, അന്ന അഗ്നസ്, ആൽഫ്രഡ്, അന്ന ദിയ, ആൻദിയ, അന്ന റോസ്, നോവ, ലേന, നെയിൽ. അവതാരകനായി അഭിനയിച്ചത് ജിം ജോസഫ്. ഗസ്റ്റായി അഭിനയിച്ചത് സിജോ, ബിനു, ജോബ്സി. ലൈറ്റ് ആൻഡ് സൗണ്ട് കൺട്രോളറായി ചെയ്തത് ജെബിൻ ജോസഫ്. ഈ നാടകത്തിൻ്റെ കൂടെ എൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന റേജി ജേക്കബ്, നീൽ ഈസ് ഹിയർ ഓൾറെഡി. നീല അഭിനയിക്കുക മാത്രമല്ല മ്യൂസിക് കൺട്രോൾ ചെയ്തതും നീലാണ്. അണിയറ സഹായികൾ ബിനോജ്, ചാർലി ചെറിയാൻ അണിയറ സഹായിയായിട്ട് മാത്രമല്ല നമുക്ക് ഇതിനൊരു വീഡിയോയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിനെല്ലാം വീഡിയോ ചെയ്ത് തന്നത് നമ്മുടെ ചാർലിയാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ നാടകം ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും അസിസ്റ്റൻ്റ് വികാരിയച്ഛനെയും വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അംഗീകാരം കിട്ടിയതിന് ശേഷം ബഹുമാനപ്പെട്ട 4 കൈക്കാരന്മാരും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ബഹുമാനപ്പെട്ട ഡിറ്റോ അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ ദിവസവും മിക്കവാറും എന്നെ വിളിക്കുകയും നാടകത്തിൻ്റെ പുരോഗതി അന്വേഷിക്കുക മാത്രമല്ല എന്തെല്ലാം സഹായം കൂടുതൽ ആവശ്യമുണ്ട് എന്ന് എന്നോട് എല്ലാ ദിവസവും ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബോബ് സി ഫരീദ്, അദ്ദേഹം സഹായം വാഗ്ദാനം ചെയ്തത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനെ കൂടി എനിക്ക് ഈ നാടകത്തിലേക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജോബ്സി എല്ലാ സഹായങ്ങൾക്കൊപ്പം ഈ നാടകത്തിൽ ഗസ്റ്റായി അഭിനയിക്കുകയും ചെയ്തു. അടുത്തതായി ബഹുമാനപ്പെട്ട മനേഷ് എബ്രഹാം, ഇദ്ദേഹം നാടകത്തിൻ്റെ എനിക്ക് ആവശ്യമുള്ള എല്ലാ കോപ്പികളും എല്ലാ സഹായങ്ങളും ചെയ്തു. കൂടാതെ നാടകത്തിൻ്റെ എല്ലാ കോപ്പികളും എല്ലാം പ്രിൻ്റ് ചെയ്ത് ഭംഗിയായി തരികയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റെക്ടർ അച്ഛനോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ധൂർത്തപുത്രൻ്റെ പഴയകാല ചരിത്രം വീട് വിട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന ആ സ്ഥലത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന്
ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ബഹുമാനപ്പെട്ട റെക്ടറച്ചനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു. അദ്ദേഹം അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അദ്ദേഹവും ഇതിനകത്ത് അഭിനയിക്കുക മാത്രമല്ല വൈദിക വിദ്യാർത്ഥികളെ കൂടി ഇതിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു. ആ സ്ഥലം വിട്ടുതരികയും അവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയെല്ലാം ചെയ്തത് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അപ്പം അദ്ദേഹത്തിനോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. റെജി എന്തിയാ? റെജി താഴെ പോയോ? റെജി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയവും. റെജി എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്തു തന്നിരുന്നു. എല്ലാ അഡ്വൈസ് മാത്രമല്ല എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു തന്നിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട റെക്ടറച്ചനും പ്രത്യേകനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും അസിസ്റ്റൻ്റ് വികാരി അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛന്മാർ രണ്ടുപേരും പോയെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട 2 വൈദികരും എന്നോട് എല്ലാ ദിവസവും നാടകത്തിൻ്റെ പുരോഗതിയെപ്പറ്റി അന്വേഷിക്കുകയും അവർ വന്ന് കാണുകയും വേണ്ട പുരോഗതിയെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് വികാരി അച്ഛന് ഞങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാനും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാനും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും എല്ലാം അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തിനും വികാരി അച്ഛനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിവേ പിതാവ് നേരത്തെ പോയി, അതുകൊണ്ട് അദ്ദേഹത്തെ എന്നാലും നമ്മുടെ കലാപരിപാടികൾ കുറേ നേരമെങ്കിലും കണ്ടിരിക്കാൻ സാധിച്ചു. അപ്പോൾ അതിലെല്ലാം ഉപരി നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ നാടകം വിജയിപ്പിക്കാൻ സഹായിച്ച് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മെ അനുഗ്രഹിക്കാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ കലാസന്ധ്യയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ വാർഡ് റെപ്രസെൻറ്റേറ്റീവ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. As the cultural programs come to an end, I thank each and everyone who made this evening a grand success. Hope you all had a great time. Wishing you all a very good night.